തുടർഭരണത്തിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാൻ LDF യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 മേഖലാ ജാഥകൾ ആരംഭിക്കും. ഇന്നത്തെ യോഗത്തിൽ തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആന്റണി രാജു പങ്കെടുത്തില്ല. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, മിഷൻ 100മായി ബഹുദൂരം മുന്നിൽ UDF എത്തി എന്നുള്ളൊരു പ്രതീതി നിലവിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണോ നിലവിൽ മിഷൻ 110മായി അതിലും ത്വരിത നടപടിയിലേക്ക് കടക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇന്നത്തെ മുന്നണി യോഗത്തിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകൾ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? വിവരങ്ങൾ. ശാമിലി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ചർച്ച ചെയ്യാൻ ചേർന്ന LDF യോഗം ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടുനിന്നു. വിശദമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മുന്നണി ചർച്ച ചെയ്തു. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വിമർശനങ്ങൾക്കുള്ള സമയമല്ല, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതെന്ന നിഗമനത്തിലേക്ക് ഇടതുമുന്നണി എത്തിയിരിക്കുകയാണ്. 3 മേഖലാ ജാഥകളാണ് ഫെബ്രുവരി 1 മുതൽ ഘടകകക്ഷികൾ LDFിൻ്റെ നേതാക്കൾ നയിക്കുന്ന ജാഥകളായിട്ട് വരാനുള്ളത്. ഫെബ്രുവരി 1-ന് MP ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ, 4-ാം തീയതി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ, 6-ാം തീയതി ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല ജാഥ എന്നിങ്ങനെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളായിട്ടുള്ളത്. 14, 15 തീയതികളിലായി ഈ മേഖലാ ജാഥകളുടെ സമാപനം ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. UDF നേരത്തെ ശാമിലി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അത് മറികടക്കാൻ തക്ക വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള വിലയിരുത്തൽ പൊതുവെ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും അവരുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് മുന്നണി യോഗത്തിൽ മുൻപാകെ വെച്ചിരുന്നു. അതിൽ CPIക്ക് കടുത്ത വിമർശനം CPMനോട് ഉണ്ട്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CPI വിലയിരുത്തിയിരുന്നു. അതേസമയത്ത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തതുമാണ് CPM തെരഞ്ഞെടുപ്പ് തോൽവിയായി വിലയിരുത്തിയിരുന്നത്. അവർക്ക് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ച് എന്ന വിലയിരുത്തലില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന കണ്ടെത്തലില്ല. പക്ഷേ ഇടതുമുന്നണി യോഗത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ വിവാദ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു പൊതു ധാരണ മുന്നണിയിൽ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇടകേറിയ പരിശോധന നേരത്തെ തന്നെ വേണ്ടതില്ല, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം CPI ഉൾപ്പെടെ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി പ്രധാനമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിർദ്ദേശിക്കുക, ആ തീരുമാനങ്ങളിലേക്ക് പോകുക എന്ന ധാരണയാണ് പൊതുവെ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിശദമായി ഇടതുമുന്നണി യോഗത്തിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യും. ശാമിലി. ശരി, അർജുൻ രാജ് വിവരങ്ങൾ നൽകി.